എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന മലയാളം വെബ് പരമ്പരയുടെ 1760 ദിവസമാണ്. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത് പ്രൊഫസർ ഡോക്ടർ ജോസ് ഐസക് സാറാണ്. സാറിന്റെ ഇന്നത്തെ ക്ലാസ് ശ്രവിക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജോസ് ഐസക് സാറിനെ നമുക്ക് അറിയാം. നമ്മൾ കൂടുതൽ ദിവസവും നമ്മുടെ സൂം പ്ലാറ്റ്ഫോമിൽ കാണാറുണ്ട്, നമ്മളോടൊപ്പം പങ്കുചേരാറുണ്ട്. സാറ് ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ഓർഗനോൺ പ്രൊഫസറായിരുന്നു, ഓർഗനോൺ മേധാവിയായിരുന്നു, ഡിപ്പാർട്ട്മെന്റ് മേധാവിയായിരുന്നു. കൂടാതെ സാറ് നേരത്തെ CCH മെമ്പറായിരുന്നു. ഇപ്പോൾ ഹോമിയോപ്പതിയുടെ ഫാക്കൽറ്റി ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ ജോലി ചെയ്യുന്നു. അതുപോലെ തന്നെ പല വിദേശ യൂണിവേഴ്സിറ്റികളിലും സാർ വിസിറ്റിംഗ് പ്രൊഫസറാണ്. അങ്ങനെയൊക്കെയുള്ള വ്യക്തിത്വമാണ്. ഞാൻ കുറേ നേരം നോക്കേണ്ടി വന്നു സാറിൻ്റെ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ സാറിൻ്റെ ക്വാളിഫിക്കേഷൻ, സാറിൻ്റെ ഹിസ്റ്ററി എല്ലാം വായിക്കാൻ തന്നെ കുറച്ച് സമയമെടുത്തു. അങ്ങനെയൊക്കെയുള്ള സാറാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തിയിട്ടുള്ളത്. ഇന്ന് സാറ് നമുക്ക് ക്ലാസ് എടുക്കുന്ന വിഷയം വയോജനങ്ങളുടെ ചികിത്സ ഹോമിയോപ്പതിയിലൂടെ എന്ന വിഷയത്തെക്കുറിച്ചാണ് സാർ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തിയിട്ടുള്ളത്. നിങ്ങളെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി സാറിനെ ഇന്നത്തെ സെഷനിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. നന്ദി. സാറേ, ക്ലാസ് തുടങ്ങാം. താങ്ക് യു ഡോക്ടർ ശൈലജ. ഇന്ന് നമ്മുടെ 1760 ദിവസം എന്ന് പറയുമ്പോൾ ലോകത്തിലെ തന്നെ ഒരു റെക്കോർഡായിരിക്കും ഇങ്ങനെ ഒരു അൺഇൻറ്ററപ്റ്റഡ് സൂം ഇത്രയും ദിവസങ്ങൾ തുടർച്ചയായിട്ട് നിർത്താതെ നടത്തിക്കൊണ്ടു പോകുക എന്നുള്ള ഒരു ബൃഹത്തായ പരിപാടി തന്നെയാണ്. അതിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. പിന്നെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് വയോജനം, അവരുടെ ചികിത്സ. കാരണം നമുക്കറിയാം, നമ്മുടെ വേൾഡ് പോപ്പുലേഷൻ തന്നെ ഒരു ഏജിങ് പോപ്പുലേഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം കൂടുതൽ വയോജനങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ആ ഏജ് ഗ്രൂപ്പിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ പലപ്പോഴും അതിനനുസരിച്ചുള്ള ഒരു ഹെൽത്ത് കെയറോ കാര്യങ്ങളോ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഉണ്ടോ എന്ന് സംശയമാണ്. വലിയ ആശുപത്രികൾ, അതിനൊപ്പം ആൾക്കാരെ അസുഖം വന്നാൽ അവിടെ കൊണ്ടുപോവുക, വേണ്ടതും വേണ്ടാത്തതുമായ ടെസ്റ്റുകളൊക്കെ ചെയ്യിക്കുക, കൂടുതൽ മരുന്നുകൾ കൊടുക്കുക. അപ്പോൾ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി, അതുകൊണ്ട് തന്നെ പല ആൾക്കാരും ആശുപത്രികളിലേക്ക് പോകാൻ തന്നെ ഭയപ്പെടുന്ന ഒരു അവസ്ഥയാണ്. കാരണം പ്രായമായ പലർക്കും തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ആശുപത്രിയിൽ പോയി കിടക്കാനുള്ള ഒരു സൗകര്യമില്ല, അല്ലെങ്കിൽ അതിന് താല്പര്യവുമില്ല. അപ്പോൾ അവരുടെ ഒരു കെയർ എന്ന് പറയുന്നത് നമ്മൾ വീടിലെ ചുറ്റുപാടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചികിത്സകൾ അതായിരിക്കണം എന്നുള്ളതാണ് പലരും ആഗ്രഹിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് തന്നെ മരിക്കാനുള്ള അവകാശത്തെ കുറിച്ചൊക്കെ ഇപ്പൊ ചർച്ച ചെയ്തു തുടങ്ങി. ഇപ്പൊ ചില രാജ്യങ്ങളിൽ അങ്ങനെയുള്ള ഒരു അവകാശം ആ വ്യക്തിക്ക് തന്നെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത് ഇനിയും കൂടുതൽ രാജ്യങ്ങളിലേക്ക് അത് വ്യാപിപ്പിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മുടെ ഇന്നിപ്പോ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഇതൊരു വലിയ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല. ഇനി അത് ഉണ്ടാകേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, പീഡിയാട്രിഷ്യൻ ഉണ്ട്, ജെറന്റോളജിസ്റ്റ് ഒക്കെ എത്ര പേരുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പീഡിയാട്രിഷ്യൻസ് വളരെയധികം ഉണ്ട്. പക്ഷെ അത് ജനന നിരക്കും മരണനിരക്കും ഒക്കെ ഒരു ഏതാണ്ട് അടുത്തടുത്ത് വരുമ്പോൾ ഈ ജെറിയാട്രിക് പ്രോബ്ലംസിനെ കുറിച്ചുള്ള കൂടുതൽ അവയർനെസ് ഡോക്ടേഴ്സിന് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ആ ചികിത്സയ്ക്ക് കൂടുതൽ പഠനങ്ങൾ ആവശ്യമുണ്ട്. കാരണം ഇത് പല ലെവലിലാണ്. ഇപ്പൊ ജെറിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുമ്പോൾ തന്നെ അത് പ്രായമായവരുടെ ഹെൽത്ത് കെയറിനെ സംബന്ധിച്ചിട്ടുള്ളതാണ്. അതിനെയാണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പലയിടത്തും ഇപ്പൊ ജെറിയാട്രിക് എന്ന് പറയുന്നത് അമേരിക്കയിലൊക്കെ 70-75 മുകളിലുള്ളവരുടെ ഉദ്ദേശിച്ചാണ്. പക്ഷെ നമ്മുടെ
ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ പൊതുവെ ഒരു 60 വയസ്സിനും 65 വയസ്സിനൊക്കെ മുകളിലുള്ള ആൾക്കാരെ കൂടെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ജെറിയാട്രിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അതില് നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ നിന്നൊക്കെ പോകുന്ന പല നേഴ്സുമാരും ഇന്ന് വിദേശ രാജ്യങ്ങളിൽ സീനിയർ സിറ്റിസൺസ് ഹോമിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ആശുപത്രികളിലല്ല. അപ്പൊ കൂടുതൽ ആൾക്കാരെ ആവശ്യം വരുന്ന ഒരു സെക്ടറാണ്. കൂടുതൽ സീനിയർ സിറ്റിസൺസ് ഉണ്ടാകും തോറും കൂടുതൽ നഴ്സുമാരും ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിൻ്റെയും ഒരു ആവശ്യം അവിടെ വരുന്നുണ്ട്. കാരണം ഇന്ന് മൈക്രോ ഫാമിലി അല്ലെങ്കിൽ മിനി ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ പല വീടുകളും ഇപ്പോൾ വൃദ്ധസ്ഥാനങ്ങളായി കഴിഞ്ഞു. പലരും പ്രായമായ 2 പേരുണ്ടായിരിക്കും, മക്കൾ വിദേശത്തായിരിക്കും. അപ്പൊ ഇവര് വലിയ വീടുകളൊക്കെ വെച്ച് നമ്മുടെ കേരളത്തിലെ തന്നെ ആ ഒരു എൻറ്റയർ കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ വീടുകളെ കുറിച്ചൊക്കെയുള്ള കൺസെപ്റ്റ് തന്നെ മാറേണ്ടിയിരിക്കുന്നു. കാരണം നമുക്കറിയാം, വലിയ വലിയ വീടുകൾ വെച്ച് നാട്ടിൻപുറങ്ങളിലും നഗരങ്ങളിലും ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഇന്ന് ഒരു ബേർഡൻ ആയിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാർക്ക്. കാരണം കുട്ടികൾ 18ഓ 20ഓ വയസ്സിൽ എവിടെയെങ്കിലും പഠിക്കാൻ പോകുന്നു, അത് കഴിഞ്ഞ് അവർ ജോലിയിലാവുന്നു, അത് കഴിഞ്ഞ് അവർക്ക് സമയമില്ല. അതേപോലെ തന്നെ ഇന്നത്തെ പുതിയ ജോലികൾ പലപ്പോഴും വേണ്ടത്ര ലീവുകളോ ഒന്നുമില്ല. അപ്പോൾ ഇവരുടെ കൂടെ ചിലവഴിക്കാനുള്ള സമയം കുറയുന്നു. അങ്ങനെ അതല്ലെങ്കിൽ വളരെ ദൂരത്തിൽ ജോലിയായിട്ടിരിക്കുന്നു മക്കള്, അതുകൊണ്ട് അവർക്ക് വരാൻ കഴിയാതെ വരുന്നു. അപ്പൊ ചെറിയ കാര്യങ്ങളിൽ അവരെ ബുദ്ധിമുട്ടിക്കാൻ അച്ഛനമ്മമാർക്കും ബുദ്ധിമുട്ട്. ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. അത് സൈക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഫിസിക്കലായിട്ടുള്ള പ്രശ്നം. അതിൽ തന്നെ ഇപ്പോൾ ഈ ജെറിയാട്രി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഒരു ക്ലാസിഫിക്കേഷൻ ഒക്കെ പറയുകയാണെങ്കിൽ 40 തൊട്ട് 49 വയസ്സ് വരെയുള്ളവരെ ക്വാഡ്രജനേറിയൻ എന്നാണ് പറയുന്നത്. 50 തൊട്ട് 59 വയസ്സ് വരെയുള്ള ക്വിൻക്വജനേറിയൻ, 60 തൊട്ട് 69 വയസ്സ് വരെയുള്ളവർ സെക്സ് ജനേറിയൻ, 70 തൊട്ട് 79 വയസ്സ് വരെ സെപ്റ്റിജനേറിയൻ, 80 തൊട്ട് 89 വരെ ഒക്ടോജനേറിയൻ. അപ്പൊ ഇങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോ ഇതില് നമുക്കെന്ത് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കാര്യമായി ചിന്തിക്കേണ്ടത്. കാരണം കേരളത്തിലെ ഇന്ത്യയിലെ സ്ഥിതി പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇന്ത്യ പറയാം. അതിനകത്ത് 60 വയസ്സിന് മുകളിലുള്ളവർ ഇപ്പോൾ 10% മുകളിലുണ്ട്. പക്ഷെ ഈ 10% എന്ന് നമ്മൾ കാണുമ്പോഴും ഈ 10% എന്തെങ്കിലും രീതിയിലുള്ള മെഡിക്കൽ എയ്ഡ് ആവശ്യമുള്ളവരാണ്. ബാക്കി 90% ചിലപ്പോൾ ഒരു 20% മെഡിക്കൽ എയ്ഡ് ആവശ്യമുള്ളവർ. അപ്പൊ ഇതില് 10% മെഡിക്കൽ എയ്ഡ് ആവശ്യമുള്ളതാണ്. ഈ 10% എന്ന് പറയുന്നത് തന്നെ 2050 ആകുമ്പോൾ അത് 20% മുകളിലാവും. അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇൻഡിവിജ്വലായിട്ടുണ്ടാകുന്ന അസുഖം കൂടാതെ പല ക്രോണിക് ആയിട്ടുള്ള രോഗങ്ങൾ, പഴകിയ രോഗങ്ങൾ, ലൈക്ക് ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, ഹൈ കൊളസ്ട്രോള്, അല്ലെങ്കിൽ കാർഡിയക് ഡിസീസ്, ഇതെല്ലാം അവര് ഒരു 40 വയസ്സിൽ നിന്ന് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട് ഒരു 40 വയസ്സാകുമ്പോൾ തൊട്ട് ആൾക്കാര് ഗുളികകളുടെ ഡിപ്പെൻഡൻ്റ് ആണ്. ഏതെങ്കിലും ക്രോണിക് ഡിസീസിന് വേണ്ടിയിട്ട് ഗുളികകൾ കഴിക്കുന്നവരാണ് പോപ്പുലേഷനിൽ നല്ലൊരു ശതമാനം. അവര് ഈ ഗുളികകൾ പലപ്പോഴും 10 വർഷമോ 15 വർഷമോ 20 വർഷമോ കഴിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്ട്സും കൂടിയാണ് കൂടുതൽ. അപ്പൊ നമുക്കറിയാം, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വളരെയധികം ഡയാലിസിസ് സെന്ററുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഇന്നത്തെ മരുന്നുകൾ തന്നെയാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. കാരണം ഡയാലിസിസ് ഇന്നൊരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമായി. ഒരുപക്ഷെ അതൊരു 25 30 വർഷം മുമ്പ് ഇത്രയധികം ഡയാലിസിസ് രോഗികളില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ മരുന്നുകൾ കൊണ്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ചില മരുന്നുകൾ കഴിച്ചിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായിട്ടിരിക്കുന്ന വൈദ്യരങ്ങൾ വളരെയധികം ഉണ്ട് എന്നുള്ളതാണ് ഒരു വസ്തുത. കേരളത്തിന്റെ സ്ഥിതി പറഞ്ഞാൽ, അപ്പോൾ ഇന്ത്യയില് 149 മില്യൺ ആൾക്കാര് ഇന്ന് ഈ ഗ്രൂപ്പിൽ പെടുന്നുണ്ട്. അപ്പൊ അതിന്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ കേരളത്തിലേക്ക് വരുമ്പോൾ 2011 സെൻസസ് അനുസരിച്ച്
12.6% ആൾക്കാരാണ് വയോജനങ്ങളായിട്ട് കണക്കാക്കുന്നത്, അല്ലെങ്കിൽ 60 വയസ്സിന് മുകളിലുള്ളവർ. കാരണം കേരളമാണ് ഇതിലെ ഏറ്റവും ഹയസ്റ്റ്, ഏറ്റവും ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളത്തിലാണ്. ഇത് ഇന്നിപ്പോ ഒരുപക്ഷെ 2025 ഏതാണ്ട് 20% അടുത്ത് നിൽക്കുകയാണ്. എന്നുവെച്ചാൽ ഓൾ ഇന്ത്യ ലെവലില് 2050 20% ആകും എന്ന് പറയുമ്പോൾ ഇന്ന് കേരളത്തിൽ 20% എത്തിക്കഴിഞ്ഞു. അത് നമ്മുടെ പല കാരണങ്ങളുണ്ട്. ഇപ്പോൾ ഹെൽത്ത് സംവിധാനങ്ങൾ, നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങളോ അല്ലാത്തതും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ അതിനേക്കാൾ അതുപോലെ തന്നെ പ്രധാനമായിട്ടുള്ളത് നമ്മുടെ സാക്ഷരത, അത് പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഇടയിലുള്ള സാക്ഷരത. അതൊരു വലിയ സംഭവം തന്നെയാണ്. കാരണം കുട്ടികളെ വളർത്തുന്നു, അല്ലെങ്കിൽ ചെറുപ്പത്തിലെ തന്നെ ആരോഗ്യ പരിപാലനത്തിലുള്ള അവരുടെ കാര്യങ്ങൾ, പിന്നെ നമ്മുടെ പൊതു എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഏതൊരു കാര്യത്തെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണകളുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്. അപ്പൊ ഇതെല്ലാം കൊണ്ടാണ് കേരളത്തില് വയോജനങ്ങളുടെ ശതമാനം മറ്റെല്ലാ ഇന്ത്യൻ സംസ്ഥാനങ്ങളെക്കാളും മുൻപിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. മറ്റൊന്ന്, ഇതിൽ തന്നെ പല ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ കണ്ടുവരുന്ന രോഗം എന്ന് പറയുന്നത് ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ, അതേപോലെ തന്നെ ഹാർട്ട് ഡിസീസസ്. ഇത് കൂടാതെ പലപ്പോഴും ചെറിയ ചെറിയ അസുഖങ്ങളെന്ന് നമ്മൾ പറയുന്ന കുറേ അസുഖങ്ങളുടെ പ്രശ്നങ്ങൾ വേറെയുണ്ട്. അതേപോലെ തന്നെ ഇന്ന് 55% വീടുകളിലും 1 or 2 ആൾക്കാർ മാത്രമാണ് ജീവിക്കുന്നത്. അതിൽ കൂടുതലും സ്ത്രീകളാണ്. കാരണം സ്ത്രീകളുടെ ലൈഫ് സ്പാൻ ആണുങ്ങളെക്കാളും മുകളിൽ നിൽക്കുന്നുണ്ട് പലപ്പോഴും. പല രാജ്യങ്ങളിലും അങ്ങനെ തന്നെയാണ്. അതിൽ 30%, ഈ വയോജനങ്ങളിൽ തന്നെ ഒരു 30% ഡിസേബിൾഡ് ആണ്. നടക്കാനുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ. അതിൽ തന്നെ മറ്റൊരു കാര്യം, 10 ആൾക്കാരും എക്കണോമിക്കലി ആക്റ്റീവ് അല്ല. കാരണം അവരുടെ അല്ലെങ്കിൽ സാമ്പത്തികമായി അവര് ബുദ്ധിമുട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അല്ലെങ്കിൽ അത് കൂടുതൽ ഇൻകം ജനറേറ്റ് ചെയ്യാനുള്ള അവരുടെ ആ പീരീഡ് കഴിഞ്ഞവരാണ്. പലപ്പോഴും എല്ലാവരും തന്നെ റിട്ടയർഡ് ആൾക്കാരാണ്. ചിലർക്ക് ജോലിയൊന്നും ചെയ്യാൻ വയ്യാത്തവരുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് ഈ പ്രശ്നത്തിന്റെ ഗൗരവം. കാരണം ഇപ്പോഴേ അത് പലരും ചൂണ്ടിക്കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് കൂടുതൽ ഈ ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ നമ്മൾ പല പൊതുസ്ഥലങ്ങളൊക്കെ വയോജനങ്ങൾക്ക് എത്താവുന്ന അല്ലെങ്കിൽ അവർക്കും കൂടി യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റി ഡിസൈൻ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നു. ഇപ്പൊ പല വലിയ കെട്ടിടങ്ങൾക്കൊക്കെ റാമ്പ് വേണം എന്നൊക്കെ ഗവൺമെന്റ് നിയമങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. വീൽ ചെയറിൽ പോകുന്ന ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും ഉള്ള സൗകര്യങ്ങൾ, ഇതെല്ലാം ഇന്ന് നിഷ്കർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എങ്കിൽ പോലും അതിന് വേണ്ടത്ര ഒരു ഗൗരവം കൊടുത്തിട്ടുണ്ടോ എന്നുള്ള സംശയം. അപ്പൊ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഈ ഫീൽഡിൽ വളരെയധികം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് എൻ്റെ അനുഭവം. പല ആൾക്കാരും ആദ്യമൊക്കെ അല്ലെങ്കിൽ ഒരു 20 വർഷം മുമ്പ് ഇതിനെക്കുറിച്ച് വലിയ ഒരു ചിന്തകളോ ചർച്ചകളോ ഒന്നും ഉണ്ടായിട്ടില്ലാത്ത ഒരു കാലത്ത് പലപ്പോഴും നമ്മുടെ വീടിനടുത്തുള്ള പ്രായമായവർ, അതല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ അച്ഛനമ്മമാര്, അതുമല്ലെങ്കിൽ എൻ്റെ റിലേറ്റീവ്സ്, ഇങ്ങനെ ചില ആൾക്കാർക്ക് ഓരോ പ്രശ്നങ്ങൾ വരികയും അവര് ആശുപത്രികളിൽ പോകും. ഇന്നിപ്പോൾ ആശുപത്രിയിൽ പോവുക എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ആശുപത്രിയിൽ പോയാൽ ഒരു ബൈസ്റ്റാൻഡർ വേണം. കാരണം പല ആശുപത്രികളിലും ബൈസ്റ്റാൻഡർ ഇല്ലാതെ രോഗിയെ അഡ്മിറ്റ് ചെയ്യാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ബൈസ്റ്റാൻഡർ ആരാണ്? 80 വയസ്സായ ഒരാളുടെ മകനോ മകളോ എന്ന് പറയുമ്പോൾ ആ വ്യക്തിക്ക് തന്നെ 50 വയസ്സിന് മുകളിലായി കഴിഞ്ഞു. അപ്പോൾ ബൈസ്റ്റാൻഡറായി പോയി നിൽക്കുന്ന ആള് 50 വയസ്സിന് മുകളിലുള്ള. ഇനി 90 വയസ്സായ ഒരാളുടെ ബൈസ്റ്റാൻഡർ മകൻ അല്ലെങ്കിൽ മകൾ എന്ന് പറയുമ്പോൾ 60 വയസ്സുള്ള. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ ഇന്ന് ഗ്രാൻഡ് ചിൽഡ്രൻ അല്ലെങ്കിൽ പേരക്കിടാം എന്നൊക്കെ പറയുന്നവര് പലപ്പോഴും ഇന്ത്യ തന്നെ ഉണ്ടോ എന്ന് സംശയം, പലയിടത്തും പുറത്തൊക്കെ ആയിരിക്കും.
അപ്പൊ ഇവരെ നോക്കാൻ ഇവർക്കൊരു ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ ഇവരോടൊന്ന് സംസാരിക്കാൻ, ഇവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കാൻ, ഇതൊക്കെയുള്ള ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. പക്ഷെ ഇന്നും നമ്മുടെ ആശുപത്രികളിലും ഒരു ബൈസ്റ്റാൻഡർ ഇല്ലാതെ പറ്റില്ല. പലപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ബൈസ്റ്റാൻഡർ ഇല്ലാതായി കഴിഞ്ഞു. അവര് ആശുപത്രികളിൽ അഡ്മിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവര് ആശുപത്രിക്കാർ തന്നെ, അല്ലെങ്കിൽ ആശുപത്രിയിൽ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. പക്ഷെ ഇതൊക്കെ പലപ്പോഴും നമ്മുടെ രാജ്യത്ത് ഇന്നും ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. അതിൻ്റെതായ ഒത്തിരി പ്രശ്നങ്ങളുമുണ്ട്. അപ്പൊ ഇതിങ്ങനെയുള്ള പല ആൾക്കാരിലും പൈസയുള്ളവർക്ക് ആളില്ല, ആളുള്ളവർക്ക് പൈസയില്ല. ഇതാണ് ഒരു കാര്യം നമ്മൾ കാണുന്നത്. അപ്പൊ ഇവിടെയെല്ലാം വരുന്നത് ഇവരുടെ പ്രശ്നങ്ങളെ എങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതൊക്കെയാണ്. ഇപ്പൊ ഹോമിയോപ്പതി രംഗത്ത് നമുക്കറിയാം, നമ്മുടെ മെറ്റീരിയ മെഡിക്കൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓരോ ഫേസസ് ഓഫ് ലൈഫിന് വേണ്ട മരുന്നുകളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഓൾഡ് ഏജ് എന്ന് പറയുന്ന കുറേ റെമഡീസ്, ഓൾഡ് ഏജിൽ കൂടുതലായിട്ട് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ മരുന്നുകളെ കുറിച്ചൊക്കെ നമ്മുടെ മെറ്റീരിയ മെഡിക്കൽ പറയുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കി അതിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രാധാന്യവും അതിൻ്റെ ഗുണവും മനസ്സിലാകുന്നത്. പലപ്പോഴും ഈ മരുന്നുകൾ, പ്രത്യേകിച്ച് ഒരു 5 മരുന്നുകളാണ് നമ്മൾ പലപ്പോഴും ഓൾഡ് ഏജ് മെഡിസിൻസ് എന്ന് പറഞ്ഞ് മെറ്റീരിയ മെഡിക്കൽ കാണുന്നത്. അങ്ങനെ പ്രത്യേകിച്ചില്ല എങ്കിൽ പോലും മെയിനായിട്ടും പ്രായമായവരുടെ പ്രശ്നങ്ങൾക്ക് ഉള്ള മരുന്നുകൾ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ പീഡിയാട്രിക് മെഡിസിൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ജെറിയാട്രിക് മെഡിസിനും ഇനി ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലെയുള്ള മെഡിസിൻസിനെ കുറിച്ച്. അതിൽ ഏറ്റവും അധികം കാണുന്നത് ഓപ്പിയം, ബരൈറ്റ കാർബ്, കൊണിയം മാക്കുലേറ്റം, അലൂമിന, ഇതിൻ്റെ എല്ലാം മുകളിൽ പറയുകയാണെങ്കിൽ കാർബോവേജ്. പലപ്പോഴും ആൾക്കാർ അത് അവരുടെ പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് ഓരോ സിംറ്റംസാണ് പലപ്പോഴും കാണുന്നത്. അത് ഈ സിംറ്റംസ് എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇപ്പോൾ കാണുന്നതിൽ ഒരു 30% വരെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നുകളുടെ സൈഡ് എഫക്ട്സ് ആയിട്ടാണ്. ഇതിൽ നമുക്കറിയാം, ഈ സ്റ്റെൻറ്റൊക്കെ ഇട്ട ആൾക്കാർ ജീവിതകാലം മുഴുവൻ പല മരുന്നുകളും കഴിക്കേണ്ടതുണ്ട്. ബ്ലഡ് തിന്നേഴ്സ്, അങ്ങനെ കൊളസ്ട്രോളിനുള്ളത്, ബ്ലഡ് പ്രഷറിനുള്ള, ഇങ്ങനെ കുറേ മരുന്നുകൾ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കഴിക്കുന്ന മരുന്നുകളുടെ എല്ലാം സൈഡ് എഫക്ട്സ് പലപ്പോഴും പേഷ്യൻസ് വന്ന് കംപ്ലൈൻറ്റ് ചെയ്യുന്ന ഒരു കാര്യമുള്ളത്, പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്റ്റെൻറ്റൊക്കെ ഇട്ടിട്ടുള്ള ആൾക്കാർ, സ്റ്റെൻറ്റ് ഇട്ടിട്ട് 2-3 വർഷമായി കാണും. അവർ ഡെയിലി 5-6 ഗുളികകൾ രാവിലെയും വൈകിട്ടും ഒക്കെ കഴിക്കുന്നവരാണ്. അവർ പറയുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ ബ്ലോട്ടഡ്നെസ്, ഗ്യാസ് നിറഞ്ഞ് അത് മുകളിലോട്ട് ബെൽച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫ്ലാറ്റുലൻസും ഇല്ല, രണ്ടും ഇല്ലാത്ത ഒരവസ്ഥയിൽ വളരെ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് വൈകുന്നേരം ആകുമ്പോൾ, രാവിലെ ഭക്ഷണം കഴിച്ച് ഉച്ചത്തെ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴാണ് പലപ്പോഴും ഇത് തുടങ്ങുന്നത്. അപ്പോൾ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് പറയുന്ന, അത് ഒരുപക്ഷെ അത് അവർ ചിലർ പറയുന്നുണ്ട് മരിക്കാൻ പോകാമെന്ന് വരെ തോന്നാറുണ്ട്, അത്രയ്ക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കൂടുതലായിട്ട് കാണുന്ന മരുന്നുകൾ ലൈക്കോപോഡിയം, കാർബോവേജുമാണ്. കാരണം ഗാസ്ട്രിക് റെമഡീസ് ആണ് പലപ്പോഴും. കാരണം ഈ മരുന്നുകളെല്ലാം ചെല്ലുന്നത് ഫസ്റ്റ് സ്റ്റൊമക്കിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഗാസ്ട്രിക് റെമഡീസ് ആണ് കൂടുതലും നമുക്ക് ഇൻഡിക്കേറ്റഡ് ആണ്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ സ്റ്റെൻറ്റ് ഇട്ടിട്ട് വരുന്ന ആൾക്കാർ, അവർക്ക് എപ്പോഴും തന്നെ കാണുന്ന ഒരു മെഡിസിൻ ലൈക്കോപോഡിയം. കാരണം അവരുടെ ഏജ്, അതേപോലെ ഉച്ച കഴിഞ്ഞ് ഈ ബ്ലോട്ടഡ്നെസ് വരുന്നു. നമ്മുടെ അറിയാൻ ലൈക്കോപോഡിയത്തിൻ്റെ 4 to 8 PM അഗ്രിവേഷനൊക്കെ വെച്ചിട്ട്. പിന്നെ മറ്റൊന്ന് പറയുന്നത് ഈ ലിവർ ഡിസീസസ് എന്നുവെച്ചാൽ ഇപ്പോൾ മിക്കവാറും എല്ലാവർക്കും ഫാറ്റി ലിവർ ഗ്രേഡ് 1, 2, 3 ഒക്കെയാണ്. അവിടെ നമ്മുടെ മരുന്നുകൾ പലപ്പോഴും വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അത് ഒന്ന് ലിവർ റെമഡീസ് ആയിട്ടുള്ള ലൈക്കോപോഡിയോ, കാർഡസ് മെരിയാനസി, എൽഡോണിയം, നെക്സോമിക്ക, ഇങ്ങനെയുള്ള ലിവർ റെമഡീസ്. അത് ചിലത് ഫാറ്റി ലിവറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെമഡി എന്ന് പറയുന്നത് ഫോസ്ഫറസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പിന്നെ നെക്സോമിക്ക. അപ്പം ഈ 2 ഓർഗൻ, ലിവറും കിഡ്നിയും, ഇത് രണ്ടുമാണ് സാധാരണ രീതിയിൽ ലോങ് കണ്ടിന്യൂഡ് യൂസ് ഓഫ് ഡ്രഗ്സ് കൊണ്ട് അഫക്റ്റഡ് ആകുന്ന 2 ഓർഗൻസ്. അപ്പോൾ ഇതിൽ നമ്മളുടെ എഫക്റ്റീവ്നെസ് വളരെയധികം എഫക്റ്റീവാണ്. പിന്നെ മറ്റൊന്ന് കാണുന്നത്, ചില വ്യക്തികൾ ജനറൽ ഹെൽത്ത് ഒക്കെ ഉണ്ടെങ്കിൽ പോലും
അവരുടെ ഏതെങ്കിലും ഒരു സിസ്റ്റം വീക്കായിരിക്കും. ഗാസ്ട്രോഇൻറ്റസ്റ്റിനൽ സിസ്റ്റം ആയിരിക്കാം, റെസ്പിറേറ്ററി സിസ്റ്റം ആയിരിക്കാം. നമുക്കറിയാം കോവിഡ് വന്നപ്പോൾ ഈ കോമോർബിഡിറ്റീസ് അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവരും ഏതെങ്കിലും ഒരു സിസ്റ്റം വീക്കായിട്ടുള്ളവരും ആണ് കൂടുതൽ മരിക്കുകയുണ്ടായത്. മരണസംഖ്യ അവരിലായിരുന്നു ഏറ്റവും കൂടുതൽ. പ്രത്യേകിച്ച് 60 വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിലുള്ളവരിലായിരുന്നു കോവിഡിൽ കൂടുതൽ മരണം. നമുക്കറിയാം കുട്ടികളിൽ മിക്കവാറും ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. മേ ബി 1% താഴെയായിരുന്നു. അപ്പൊ ഇത് ഒരു പ്രശ്നമാണ്. പിന്നീട് ഇതൊന്നുമല്ലാതെ വേറെ ചില അസുഖങ്ങൾ ഇവർക്കൊക്കെ വരാറുണ്ട്. അതിൽ വലിയ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് ഇപ്പോൾ കാണുന്നത് സൈക്കാട്രിക് പ്രോബ്ലംസ്, ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ചിന്താഗതി. അതുപോലെ തന്നെ ഡിപ്രഷൻ. ഈ ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് പല രീതിയിൽ, കാരണം ചിലരെ ഈവൻ സൂയിസൈഡിനെ കുറിച്ച് വരെ ചിന്തിക്കുന്നവരുണ്ടാവും, അല്ലാത്തവരും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഈ ഡിപ്രഷൻ അല്ലെങ്കിൽ അവർ സംസാരിക്കാൻ ആളില്ല, ഒരു ഔട്ട്ലെറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിലേക്ക് തന്നെ ചുരുങ്ങി പോകുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള മരുന്നുകളാണ് നാട്രമൂർ, ഓറമെറ്റാലിക്കം, അതേപോലെ നമ്മുടെ ഇഗ്നേഷ്യ സിംസിഫ്യൂഗ. അപ്പോൾ ഈ സിംസിഫ്യൂഗയിൽ നമ്മൾ മെഡിക്കൽ വായിക്കാറുണ്ട്. ജീവിതത്തിലെല്ലാം ഉള്ള ഹോപ്പ് എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾ ഒറ്റപ്പെട്ടു, ഇനി ആരും, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു അധികപ്പറ്റാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥയിലേക്ക് അവർ പോകുന്നുണ്ട്. അത് ഡിപ്രഷൻ ഉണ്ടാക്കും. അതേപോലെ ഈ സോഷ്യൽ ഇൻറ്ററാക്ഷൻ കുറഞ്ഞു വരുന്നതനുസരിച്ച് എല്ലാവരിലും ഇതുണ്ടാകുന്നുണ്ട് കുറേയൊക്കെ. അത് ഇന്ന് വയോജനങ്ങളിൽ കൂടുതലാണ്. കാരണം പലപ്പോഴും അവര് എവിടെയെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവിടെ ഒരു ഗ്രൂപ്പ് കാണും, ഫ്രണ്ട്സൊക്കെ കാണും. അപ്പോൾ അതിൽ നിന്ന് റിട്ടയർ ചെയ്തവരായിരിക്കും ഇവർ. പിന്നെ ഒരു സംഭവം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഏജ് ഗ്രൂപ്പിലുള്ള ഇവരുടെ ഫ്രണ്ട്സിൽ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നമ്പർ കുറയും. അപ്പോൾ നമ്മളൊരു വർക്ക് പ്ലേസിലുള്ള കോണ്ടാക്ട്സ് കുറയും. അതേപോലെ തന്നെ നമ്മുടെ ഏജ് ഗ്രൂപ്പുമായിട്ടുള്ള ഇൻറ്ററാക്ഷൻസ് കുറയും. പിന്നെ ഇന്ന് പണ്ടത്തേതുപോലെ വീടുകളിൽ അധികം കുട്ടികളോ ഒന്നുമില്ല, 1-2 കുട്ടിയാണ് മാക്സിമം, അത് തന്നെ ഇപ്പം ചുരുക്കമാണ്. അപ്പം ഇങ്ങനെയുള്ള പിന്നെ മൊത്തത്തിലുള്ള ഒരു നമ്മുടെ സമൂഹത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ, കാരണം എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ നോക്കി അവരവരുടെ മൊബൈൽ ഫോണും TV-യിലും ഒക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ അത് ഒരു സാമൂഹികമായിട്ടുള്ള ഇടപെടലുകൾ വളരെ കുറയുകയും പരസ്പര അന്വേഷണങ്ങൾ ഒരു ഫോൺ കോളിലൊക്കെ അവസാനിക്കുകയും ചെയ്യുന്ന ഒരു കാലം. പണ്ടൊക്കെ എന്ന് വെച്ചാൽ 5-6 മക്കളുണ്ട്, അവരൊക്കെ വരികയും പോവുകയും ചെയ്യുന്നു, അവരുടെ മക്കൾ വരുന്നു, അതല്ലെങ്കിൽ ഇങ്ങനെ മാറി അത് കാത്തിരിക്കുന്ന ഒരു അവരുടെ മക്കൾ വരുന്നതും ഒക്കെ കാത്തിരിക്കുന്ന ഒരു ജനസമൂഹം ഉണ്ടായിരുന്നു. അതാണ് അന്നത്തെ വയോജനങ്ങളുടെ. പക്ഷെ ഇന്ന് അതെല്ലാം പോയി. അപ്പോൾ ഇത് ടോട്ടലി ഒരു ഡിപ്രഷനിലേക്ക് അവരെ നയിക്കുന്നുണ്ട്. രണ്ടാമത് കാര്യം ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണ് അൽസീമിയേഴ്സ്. ഈ അൽസീമിയേഴ്സ് ഓർമ്മശക്തി എന്ന് വെച്ചാൽ ഇത് ഈ ബ്രെയിൻ നമ്മൾ ഓർമ്മശക്തികൾ കുറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഓർമ്മകൾ കുറയുന്നു, അല്ലെങ്കിൽ ഓർമ്മിക്കാനുള്ള കാര്യങ്ങൾ മാറിപ്പോകുന്നത് കൊണ്ടുകൂടിയാണ്. എന്ന് വെച്ചാൽ ബ്രെയിൻ വർക്ക് ചെയ്യാതെ ലേസിയായി ഇരുന്ന് കുറെ കഴിയുമ്പോൾ ബ്രെയിൻ തന്നെ അങ്ങ് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ഓർമ്മകൾ കുറഞ്ഞു വരിക. അത്തരത്തിലുള്ള കേസുകളിൽ പലപ്പോഴും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മരുന്ന് എന്ന് പറയുന്നത് ബെറേറ്റാകാർബാണ്. വളരെ അത് തുടക്കത്തിൽ അതിൻ്റെ പലപ്പോഴും ആൾക്കാർ പറയുന്നത് അൽസീമിയേഴ്സ് ആണെന്ന് ആയിരിക്കാം എന്ന് പറയുകയും ചെയ്യും. അതുപോലെ തന്നെ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇപ്പോൾ എനിക്ക് ഓർമ്മ ശക്തി നിൽക്കുന്നില്ല പണ്ടത്തതുപോലെ. ഒരു സാധനം വെച്ചാൽ എവിടെയാണ് ഞാൻ മറന്നു പോകുന്നു, അല്ലെങ്കിൽ പല കാര്യങ്ങളും ഞാൻ മറന്നു പോകുന്നു, പിന്നെ അത് ചകഞ്ഞെടുക്കും. പണ്ട് എനിക്ക് ആലോചിക്കാതെ തന്നെ പറയാൻ കഴിയുന്ന പല കാര്യങ്ങളും ഇന്നിപ്പോൾ ചിന്തിച്ച് എടുക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ആ ഏജ് ഗ്രൂപ്പ് ഒരു 60-ന് മുകളിലുള്ള ആൾക്കാർ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരിൽ ഇത്തരത്തിലുള്ള കാര്യം കേൾക്കുമ്പോൾ നമുക്കറിയാം ഇത് ഒരു ബെറേറ്റാകാർബോ അല്ലെങ്കിൽ ഒരു മെഡോറിനോ. കാരണം മെമ്മറി ലോസിൽ ഏറ്റവും അധികം മെയിനായിട്ട് അല്ലെങ്കിൽ എല്ലാ റൂബ്രിക്കും ഇപ്പോൾ ക്യാൻസറെ പറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം മെമ്മറി എന്ന് പറയുന്ന ഒരു മെയിൻ റൂബ്രിക് തന്നെയുണ്ട്. അതിന് കീഴിലുള്ള പല പ്രത്യേക കാര്യങ്ങളുമുണ്ട്. ഒന്ന് ഡേറ്റ്,
മറക്കുക, വ്യക്തിയെ മറന്നു പോവുക, റോഡിൻ്റെ പേര് മറന്നു പോവുക, സ്ഥലങ്ങൾ മറക്കുക. ഇങ്ങനെ ഓരോന്നോരോന്നിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗായിട്ട് അല്ലെങ്കിൽ മെയിനായിട്ട് വരുന്ന ഒരു ഡ്രഗ് എന്ന് പറയുന്നത് മെഡോറിനമാണ്. അത് ഈ 2 മരുന്നുകളാണ് ആക്ച്വലി പലപ്പോഴും ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് അൽസീമിയേഴ്സിൽ. അതേപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കലായിട്ടുള്ള, നമ്മളിപ്പോൾ എല്ലാവരിലും എല്ലാ സിസ്റ്റവും ഒരുപോലെ വർക്ക് ചെയ്യില്ല, അതല്ലെങ്കിൽ എല്ലാവരിലും എല്ലാ സിസ്റ്റത്തിലും എല്ലാ അസുഖങ്ങളും വരുന്നത്. ഓരോരുത്തരുടെയും വ്യക്തിപരമായ പ്രത്യേകതകൾ വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ സിസ്റ്റത്തിലായിരിക്കും കൂടുതലായിട്ട് സിംറ്റംസ് മാനിഫെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ വരുന്ന റെസ്പിറേറ്ററി, പിന്നെ ഗാസ്ട്രിക് അസുഖങ്ങൾ വരുന്നത്. അതുപോലെ ഓൾഡ് ഏജിലും ഇതുമായിട്ടൊരു ബന്ധമുണ്ട്. പലപ്പോഴും ആ വ്യക്തിയുടെ, ഇപ്പോൾ നമ്മൾ ഒരു സീനിയർ സിറ്റിസൺ ഹോമിൽ ടൊറൻറ്റോയിൽ എൻ്റെ ഒരു ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യം വരുന്നത് ന്യൂമോണിയ വന്നിട്ടാണ്. കാരണം അതൊരു, നമുക്കറിയാം 8 മാസവും വളരെ കോൾഡ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഓൾഡ് ഏജിലെ ഏറ്റവും വലിയ അവിടുത്തെ ആ സീനിയർ സിറ്റിസൺ ഹോമിലെ ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായിട്ട് വരുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് ന്യൂമോണിയ. അവിടെ അവര് ഏതാണ്ട് ഒരു വർഷത്തോളം അവര് ആന്റിമോണിയം ടാറ്റാറിക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആന്റിമോണിയം ടാറ്റാറിക്കം 200 ഈ പല ആൾക്കാർക്കും കൊടുത്തു. അതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ചുമയോ അല്ലെങ്കിൽ പനിയോ തുടങ്ങുമ്പോൾ തന്നെ കൊടുക്കുകയുണ്ടായി. അപ്പോൾ അവർ ഹോസ്പിറ്റലൈസേഷൻ ഏതാണ്ട് 75% കുറയ്ക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ രാജ്യത്തും വരാവുന്ന കാര്യമാണ്. കാരണം ആന്റിമോണിയം ടാറ്റാറിക്കിൻ്റെ സിംറ്റംസ് എല്ലാവർക്കും അറിയാം. നമ്മുടെ ലങ്സിലുള്ള കഫം വേണ്ടത്ര ശക്തിയായിട്ട് പുറത്തേക്ക് തള്ളാനുള്ള അല്ലെങ്കിൽ ചുമച്ച് പുറത്ത് കളയാനുള്ള കപ്പാസിറ്റി കുറയുക. അതാണ് നമ്മുടെ ആന്റിമോണിയം ടാർട്ടാറിക്കം. അപ്പോൾ അത് പല ആൾക്കാരിലും മറ്റേതൊരു മെഡിസിനേക്കാളും കൂടുതൽ എഫക്റ്റീവായി കാണുന്ന ആന്റിമോണിയം ടാർട്ടാറിക്കം. അതുകൊണ്ട് തന്നെയാണ് ആന്റിമോണിയം ടാർട്ടാറിക്കം ഇസ് എ റെമഡി ഫോർ ദ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. മെഡിക്കൽ പറയുന്നുണ്ട്. കുട്ടികളിലും ഇതേ പ്രശ്നം വരുന്നുണ്ട്, ഓൾഡ് ഏജിലും ഇതേ പ്രശ്നം വരുന്നുണ്ട്. അപ്പൊ ഈ 2 വിഭാഗങ്ങൾക്കും പറ്റിയ ഒരു മരുന്നാണ് ഈ പറയുന്ന ആന്റിമോണിയം ടാർട്ടാറിക്കം. മറ്റൊന്ന്, നമ്മൾ ഈ പ്രായമായവരിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം ഇപ്പോൾ പ്രത്യേകിച്ച് പുരുഷന്മാരിൽ കാണുന്നത്, രാത്രി 2-3 പ്രാവശ്യം യൂറിൻ പാസ് ചെയ്യുക, അതിനായിട്ട് എഴുന്നേറ്റ് അത് കഴിഞ്ഞ് ഉറക്കത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയാതെ വരിക. അപ്പോൾ ഇവരുടെ ഉറക്കം കംപ്ലീറ്റ് അങ്ങ് ഡിസ്റ്റർബ്ഡ് ആവും, വേണ്ടത്ര ഡീപ്പ് സ്ലീപ്പ് കിട്ടാതെ വരും. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഗ്രാജുവലി ഇവരുടെ അത് ഹെൽത്തിനെ ബാധിക്കുകയും ഇവരുടെ ആരോഗ്യത്തെ ബാധിക്കുകയും, അങ്ങനെ ആരോഗ്യത്തെ ബാധിക്കുമ്പോൾ ഒരു വീക്കായി പോകുന്നുണ്ട്. അത് പലപ്പോഴും ആൾക്കാർ വന്നിട്ട് പറയുന്നത് ക്ഷീണം. ഈ ക്ഷീണം എന്ന് പറയുന്ന ഒരു കാര്യം എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് മനസ്സിലാവും ഇതിലേക്ക് വരികയാണ്. ആക്ച്വലി ഒറിജിനലി അയാൾ ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. വർഷങ്ങളായിട്ട് ഡയബറ്റിക് പേഷ്യൻ്റ് ആയിരിക്കും. അതും അല്ലെങ്കിൽ പുരുഷന്മാരിൽ കാണുന്ന മറ്റൊന്ന് കാര്യം പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ്, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇത് രണ്ടും കൊണ്ട് പലപ്പോഴും ഉറക്കം ശരിയാകാതെ വരികയും ആ ഉറക്കം ശരിയാകാതെ വരുന്നതുകൊണ്ട് തന്നെ ഇവർ വീക്കായിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു വീക്ക്നെസ് പറഞ്ഞു വരുന്ന ഒരു വ്യക്തി തന്നെ നമ്മൾ ആദ്യം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, അയാൾക്ക് ഡയബറ്റീസ് ഉണ്ടോ, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഉണ്ടോ, എത്ര പ്രാവശ്യം രാത്രി മൂത്രം ഒഴിക്കാൻ എഴുന്നേൽക്കും. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യാൻ നമുക്കറിയാം. ഈ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഒക്കെ ആണെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ എന്ന് പറഞ്ഞാൽ കൊണിയം, ബരേറ്റ കാർബ്, കൽക്കരിയ കാർബ്, ലൈക്കോപോഡിയം, ഇതൊക്കെയാണ് കൂടുതൽ ഈ നൈറ്റ് യൂറിനേഷൻ വരുന്ന ഒരു റെമഡിയാണ് ലൈക്കോപോഡിയം. അതുപോലെ തന്നെ ഡയബറ്റീസിലും മരുന്നുണ്ട്. അപ്പൊ ഡയബറ്റീസിന്റെ ഒരു സെക്കൻഡറി എഫക്റ്റ് ആയിട്ടാണ് ഇത് ആക്ച്വലി വരുന്നത്. അപ്പൊ അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് കാര്യം. അപ്പൊ ഈ സ്ലീപ്ലെസ്നെസ് ട്രീറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിന്റെ കാരണത്തെ നമ്മൾ മുൻകൂട്ടി കണ്ട് തന്നെ വേണം ട്രീറ്റ് ചെയ്യാൻ. സ്ലീപ്ലെസ്നെസ്സിൽ നമുക്കറിയാം, ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ദ ഫസ്റ്റ് റെമഡി ഈസ് നെക്സോമിക്ക, നമ്മളെല്ലാവരും കൊടുക്കുന്ന മരുന്ന്. ഇനി മറ്റൊന്നുണ്ട്, പല ആൾക്കാരും ഉറക്കം
വേണ്ടത്ര കിട്ടുന്നില്ലെന്ന് പറയുകയും എന്നാൽ പകലെല്ലാം ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, പ്രായമായിട്ട് വളരെ ഉറക്കം തൂങ്ങി. കാരണം അവർക്ക് എൻഗേജ്മെന്റ് ഒന്നുമില്ല, അവരവരിലേക്ക് ചുരുങ്ങി അങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു നെർവസ് വീക്ക്നെസ് എന്ന് പറയുന്നത്. അത് പലപ്പോഴും ഓപ്പിയമാണ് അതിൻ്റെ മരുന്ന്. കാരണം ഈ പ്രായമായവരിൽ ഒരു ഈ ഞരമ്പുകളുടെയോ അല്ലെങ്കിൽ മറ്റേ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു വീക്ക്നെസ് വന്നിട്ട് വേണ്ടത്ര ഒന്നിനോടും റിയാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി വരെ കുറഞ്ഞു വരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അത് വരുമ്പോൾ പലപ്പോഴും ഓപ്പിയം വളരെയധികം ഹെൽപ്പ് ചെയ്യാറുണ്ട്. പലപ്പോഴും അവരെ കൂടുതൽ എനർജറ്റിക് ആക്കാൻ കഴിയും. അല്ലെങ്കിൽ ഒരു നമ്മളിപ്പം ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഒരു സ്റ്റൂപ്പറസ് കണ്ടീഷൻ എന്ന് പറയും, സ്റ്റൂപ്പറസ് കണ്ടീഷൻ. അവിടെയാണ് ഓപ്പിയം വരുന്നത്. പിന്നെ ഉള്ളത് നമുക്കറിയാം പൊതുവെ ക്ഷീണം. ഈ ക്ഷീണം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ പലപ്പോഴും ഇതൊരു സെക്കൻഡറി ടു സം അതർ ഡിസീസ് ആകാം, ഒരു രോഗത്തിൻ്റെ സെക്കൻഡറി ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ക്ഷീണമാണ്. അപ്പോൾ നമുക്കറിയാം ഡയബറ്റീസ് പേഷ്യൻസിൽ പലപ്പോഴും വീക്ക്നെസ് ആണ്, ക്ഷീണമാണ് അവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പലർക്കും. അതിൽ പലപ്പോഴും വരുന്ന മരുന്നുകൾ എന്ന് പറയുന്നത് ഫോസ്ഫോറിക് ആസിഡ്, കാർബോഹൈഡ്രേറ്റ്, ആഴ്സനിക് ആൽബൊക്കെ. അതേപോലെ തന്നെ ഈ വീക്ക്നെസ് വേറെ കാരണങ്ങൾ കൊണ്ടും വരാറുണ്ട്. ഭക്ഷണം വേണ്ടത്ര കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ ഭക്ഷണത്തിന് രുചിയില്ലാതിരിക്കുക. അതുകൊണ്ട് അവർ വേണ്ടത്ര ഭക്ഷണം ഇൻടേക്ക് വളരെ കുറയ്ക്കും. അപ്പോൾ അത് വരുമ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഭക്ഷണം ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ള ഒരു ഇത് വരും. അത് പലപ്പോഴും നെക്സോമിക്കയാണ് അതിനകത്ത് വരുന്ന മരുന്ന്. നെക്സോമിക്ക കൊണ്ട് പലപ്പോഴും പലരുടെയും വിശപ്പ് അല്ലെങ്കിൽ ആപ്പിറ്റൈറ്റ് തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അപ്പോൾ അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവരുടെ വീക്ക്നെസ് മാറും, ഇവർ കുറെ കൂടി എനർജറ്റിക് ആവും. അവിടെ വരുന്ന 2 മരുന്നുകളുണ്ട്, നെക്സോമിക്ക, കാർബോഹൈഡ്രേറ്റ്. പിന്നെ വരുന്നത് ഈ കോൺസ്റ്റിപ്പേഷൻ. പല രോഗികളിലും കാണുന്ന ഒരു വലിയ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഇവരുടെ മൂവ്മെന്റ്സ് കുറവായിരിക്കും, ബവൽ മൂവ്മെന്റ്സ് അതുകൊണ്ട് തന്നെ വീക്കാവും. പിന്നെ കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് കുറയ്ക്കും. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതെല്ലാം കുറയുമ്പോൾ അതും കോൺസ്റ്റിപ്പേഷന് കാരണമാകാറുണ്ട്. ചിലർ എനിക്ക് പ്രായമായി എന്ന് സ്വയം ചിന്തിച്ച് അതിനോടങ്ങ് താരതമ്യം പ്രാപിച്ച് ഭക്ഷണമൊക്കെ കുറച്ച് അങ്ങനെ വരുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പോൾ അതിനകത്തും വരുന്നത് ഈ കോൺസ്റ്റിപ്പേഷനിൽ വരുന്ന 2-3 മരുന്നുകളുണ്ട്. അത് മെയിൻ മരുന്നെന്ന് പറയുന്നത് നെക്സോമിക്കയാണ്. രണ്ടാമത് പറയുന്നത് ഓപ്പിയമാണ്. ഓപ്പിയം നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഷീപ്പ് ഡങ് സ്റ്റൂൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആടിൻ്റെ സ്റ്റൂളിൻ്റെ പോലെ ഉള്ള സ്റ്റൂള് വരുന്ന ആൾക്കാരുണ്ട്. അതും 2-3 ദിവസം കൂടുമ്പോഴേ പലപ്പോഴും സ്റ്റൂള് പാസ് ചെയ്യാറുള്ളൂ എന്നുള്ള റിപ്പോർട്ട്സും വരും. അപ്പോൾ ഇതിൽ ഈ 2 മരുന്നുകളാണ് ആക്ച്വലി ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. പിന്നെ അലൂമിന ഉണ്ട്, അതുപോലെ തന്നെ വേറെ മരുന്നുകളുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന എന്ന് വെച്ചാൽ, ഞാനിത് പറയാൻ കാരണം ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ സ്റ്റുഡൻസ് ആയിട്ടൊക്കെ ഉള്ള ഒത്തിരി പേര് ഇത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതിലെ മെയിൻ ഡ്രഗ്സ് ആണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഒന്ന് ഈ പ്രായമായവരുടെ മൂത്രത്തിൻ്റെ സ്മെൽ. അത് പലപ്പോഴും പലരും വളരെ കംപ്ലൈൻ്റ് ആയിട്ട് പറയാറുണ്ട്. സ്വെറ്റ്, യൂറിൻ, സ്റ്റൂള്, ഇതെല്ലാം ഒഫൻസീവ് ആയിട്ടുള്ള ഒരു സ്മെല്ല് വരുന്നതാണ്. അതിൽ മെയിനായിട്ട് വരുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് ബാപ്റ്റീഷ്യ, സോർണം, പൈറോജൻ, ഇതൊക്കെയാണ്. അതേസമയം യൂറിൻ ആണ് സ്മെല്ല്, മറ്റ് കുഴപ്പങ്ങളൊന്നുമില്ല. യൂറിൻ സ്മെല്ലാണ് മെയിനെങ്കിൽ നൈട്രിക് ആസിഡും ബെൻസോയിക് ആസിഡും, അത് രണ്ടുമാണ് മെയിനായിട്ടുള്ള മരുന്ന്. പലപ്പോഴും അവർക്ക് ഈ ചിലപ്പോൾ ആർത്രൈറ്റിസ് പ്രോബ്ലംസും ഒക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ പിന്നെയുള്ളത് വേം ട്രബിളാണ്. വേംസിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് പിൻവേമാണ്. പല ആൾക്കാരിലും പ്രായമായവരിൽ നമ്മുടെ എനസിലെ pH ലെവലിൻ്റെ ഒക്കെ വ്യത്യാസങ്ങൾ വരുമ്പോൾ പിൻവേം വളരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കൃമി എന്ന് പറയുന്ന മലയാളത്തിൽ പറയുന്നത്. അതിൽ നമ്മൾക്കറിയാം ടിക്കുറിയമാണ് പലപ്പോഴും, ടിക്കുറിയം ടിഞ്ചറാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞ് അത് പലപ്പോഴും ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ഇത് ക്ലിയർ ചെയ്ത് പോയാലും വീണ്ടും വരാനുള്ള ചാൻസസ് കൂടുതലാണ്.
അപ്പോൾ ഇത് പല പ്രാവശ്യം നമ്മളിത് ഓരോ കോഴ്സായിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. എവറി 2 വീക്സ് അല്ലെങ്കിൽ എവറി 2 മന്ത്സ് ഇത് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ പലപ്പോഴും ഇത് ഒറ്റ പ്രാവശ്യത്തെ ഒരു കോഴ്സ് ട്രീറ്റ്മെന്റ് കൊണ്ട് മാറിയാൽ പോലും പിന്നീട് അത് തിരിച്ചു വരുന്നതായിട്ട് കാണാം. അപ്പോൾ അവിടെ ഹൈജീനിക് മെഷേഴ്സ് ഒക്കെ നോക്കണം. അത് കിടക്കുന്ന കിടക്ക അല്ലെങ്കിൽ ഷീറ്റ് മറ്റു കാര്യങ്ങളെല്ലാം കൃത്യമായി പരിപാലനം നടക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ടിക്കുറിയം പോലെയുള്ള മരുന്നുകളാണ്, ടിക്കുറിയം, സൾഫർ, കൽക്കരി, കാർബ്, ഇത്തരം മരുന്നുകളാണ് ഏറ്റവും അധികം ഇതിൽ എഫക്റ്റീവായിട്ട് കാണുന്നത്. പിന്നെ വരുന്നത് നമുക്കറിയാം ഈ ജനറൽ ആയിട്ടുള്ള കുറേ വീക്ക്നെസ്, അതേപോലെ തന്നെ ഈ ഭക്ഷണത്തോടുള്ള വിരക്തി. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് ഈ കിടക്കുന്ന ആൾക്കാരിൽ കാണുന്ന മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ റെസ്പിറേറ്ററി കംപ്ലയിൻസ്. റെസ്പിറേറ്ററി കംപ്ലയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലങ്സിനെയൊക്കെ നമുക്ക് നമ്മുടെ ചുമച്ച് ലങ്സിലുള്ള പ്ലം പുറത്ത് കളയാനുള്ള ശക്തിയില്ലായ്മ. അപ്പം അതിനാണ് ഞാൻ ആൻറ്റിടാട്ട് പറഞ്ഞത്. പിന്നെ ഒന്ന് നമ്മുടെ ബെഡ് സോറാണ്. ഇപ്പോൾ വാട്ടർ ബെഡ് ഇങ്ങനെയൊക്കെയുള്ള പുതിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും ഇത് ബെഡ് സോർ ഒരു പ്രശ്നമായി മാറുന്നുണ്ട്. കാരണം ബെഡ് സോർ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്, പലപ്പോഴും വളരെ പെയിൻഫുൾ ആയിരിക്കും ആദ്യമൊക്കെ. അത് കഴിഞ്ഞ് പിന്നീട് അത് ക്ലീൻ ചെയ്യൽ അതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് വലിയ പ്രശ്നങ്ങൾ. കാരണം അത് വീടുകളിലൊക്കെ ഉള്ള പ്രായമായ ആൾക്കാർ, ബെഡ് റിഡൻ ആയിട്ടുള്ള ആൾക്കാർ, വല്ല സ്ട്രോക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് പോലെയുള്ളതൊക്കെ വന്നിട്ട് സ്വയം എഴുന്നേറ്റിരിക്കാൻ വയ്യാത്തവരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെ മാറ്റി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഒക്കെ കിടത്താനും 2 മണിക്കൂർ ഇടയിട്ട് 3 മണിക്കൂർ ഇടയിട്ട്. ഇപ്പോൾ നമുക്കറിയാം പല നഴ്സിംഗ് പാസ്സായവർക്കൊക്കെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയും. പക്ഷെ എപ്പോഴും ഒരു നേഴ്സിനെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്യാനുള്ള സാമ്പത്തിക സ്ഥിതിയൊന്നും പല വീടുകളിൽ ഉണ്ടായിരിക്കുന്നില്ല, അല്ലെങ്കിൽ അത് അവൈലബിലിറ്റി ഇല്ല. അപ്പോൾ ഈ ബെഡ് സോർ എന്നുള്ളതിൽ എങ്ങനെ ഇതിനെ മാനേജ് ചെയ്യണമെന്ന് വെച്ചാൽ ആദ്യത്തെ റെമഡി എന്ന് പറയുന്നത് പലപ്പോഴും ആർണിക്കയാണ്. നമുക്കറിയാം ബെഡ് സോർ വരുന്നത് ഏതെങ്കിലും ഒരു നമ്മുടെ പുറകുവശത്ത്, നമ്മുടെ സാധാരണ വരുന്നത് ലംബാർ ഏരിയയിലാണ് വരുന്നത്, ബട്ടക്സിൻ്റെ തൊട്ട് മുകളിൽ സാധാരണയുള്ള ഒരു ബെഡ് സോർ വരുന്നത് അവിടെയാണ്. അപ്പോൾ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയണം. അത് കാരണം അതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ ഏർലി ഡയഗ്നോസിസ് ആണ്. നേരത്തെ അറിയുക എന്ന് പറയുന്നത് ആ ഭാഗത്ത് എന്തെങ്കിലും ഒരു ബ്ലൂ കളറോ റെഡിഷ് കളറോ എന്തെങ്കിലും വരുമ്പോൾ തന്നെ അത് മനസ്സിലാക്കി. ആർണിക്ക ആണ് അതിൻ്റെ മെയിൻ ഡ്രഗ് ബെഡ് സോറിൽ. പിന്നെ അത് ഒരു സോറ് വന്നു കഴിഞ്ഞാൽ ലാക്കസിസ്, ആഴ്സനിക്ക്, സിക്കൽ കോർ, അങ്ങനെയൊക്കെയുള്ള പല പല മരുന്നുകൾ വരും, കാർബൺ മെൽസിലൊക്കെ വരുന്നതാണ്. പക്ഷേ ഇതിനെ തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഇത് മാറ്റിയെടുക്കാൻ കഴിയും. കാരണം അത് ഇന്നിപ്പോൾ ഒരു വലിയ പ്രശ്നമാണ്. അത് പ്രത്യേകിച്ച് ഈ ഒരു രീതിയിലും അവർക്ക് ഒരു സൈഡ് വെച്ച് കിടക്കാനോ ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ വരുമ്പോഴാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ക്ലീനിങ്, അതിനകത്ത് ആക്സസറി മെഷേഴ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടി ചെയ്തു കഴിഞ്ഞാൽ ശരിയാവും. പിന്നെ പൊട്ടൻസിയെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, പൊട്ടൻസി സെലക്ഷനെ കുറിച്ച് ഏറ്റവും നന്നായിട്ട് പറഞ്ഞിരിക്കുന്നത് സ്റ്റുവർട്ട് ക്ലോസ് ആണ്. സ്റ്റുവർട്ട് ക്ലോസിന്റെ ജീനിയസ് ഓഫ് ഹോമിയോപ്പതി എന്ന് പറയുന്ന ബുക്കിലാണ് പൊട്ടൻസിയെ കുറിച്ച് ഏറ്റവും കൂടുതൽ ക്ലിയർ ആയിട്ടുള്ള ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നത് ഡോസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലാണ്. ഏതാണ്ട് 12 തൊട്ട് 15 വരെ ഉള്ള ക്രൈറ്റീരിയാസ് അതിൽ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും അധികം പറയുന്ന ഒരു കാര്യം, ചെറുപ്പക്കാരിൽ അല്ലെങ്കിൽ കുട്ടികളിൽ ഹൈപ്പൊട്ടൻസി, കാരണം അവർ വളരെ സെൻസിറ്റീവാണ്. പ്രായം കൂടുന്തോറും സെൻസിറ്റിവിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ സസെപ്റ്റിബിലിറ്റി കുറയും. അപ്പോൾ അങ്ങനെയുള്ള വരുന്ന പ്രായമായവരിൽ വരുന്ന ഒരു ജനറൽ റൂള് എന്ന് പറയുന്നത് ലോ പൊട്ടൻസിയാണ്, അല്ലെങ്കിൽ 30 പൊട്ടൻസിയാണ്. നമ്മളിപ്പോൾ സാധാരണ ലോ പൊട്ടൻസി എന്ന് പറയുമ്പോൾ 30, പിന്നെ 30 ആൻഡ് ബിലോ, ആൻഡ് 200 ഒരു മീഡിയം പൊട്ടൻസി, 200 മുകളിൽ 1 and up നമ്മൾ സാധാരണ പറയാറുള്ളത് ഹയർ പൊട്ടൻസി. അപ്പോൾ ഇതിൽ പലതിലും 30 പൊട്ടൻസി വളരെ എഫക്റ്റീവായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 30 പൊട്ടൻസിയിൽ തുടങ്ങിയിട്ട് ഇമ്പ്രൂവ്മെൻ്റ് അനുസരിച്ച് വേണമെങ്കിൽ 200ലേക്ക് പോകാം. പക്ഷേ ഫീവർ ഉണ്ടെങ്കിൽ പലപ്പോഴും 200 തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത്. ഹൈ ഗ്രേഡ് ഓഫ് ഇൻഫ്ലമേഷൻ എന്നുള്ള കണക്കിലെടുത്തുകൊണ്ട് ഒരു 200 പൊട്ടൻസിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന അല്ലെങ്കിൽ ഇനിയുള്ള ലോകത്തിൽ ഏതാണ്ട് 40% നമ്മുടെ ജനസംഖ്യയിലെ രോഗികളാണ്. അതിൽ 20%
ഈ പറയുന്ന 60 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. അപ്പോൾ ഏതാണ്ട് 50% എന്ന് പറയുന്ന രീതിയിലേക്ക് വരികയാണ്. അവിടെയാണ് ഇതിൻ്റെ പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പല കാര്യങ്ങളും എൻ്റെ പ്രാക്ടീസിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്. അത് ആദ്യമൊക്കെ പലപ്പോഴും പേഷ്യൻറ്റിനെയൊക്കെ കാണാതെ തന്നെ വല്ലൊരു നമ്മുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും പറയും എൻ്റെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ എൻ്റെ തന്നെ റിലേറ്റീവ്സ് ആയിട്ടുള്ള പലരും. അപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലരും പിന്നീട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അതിനു മുമ്പുള്ള ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു മാസത്തിൽ 3-4 ദിവസം ആശുപത്രിയിലായിരുന്നു. അവിടെ ആശുപത്രി ചെലവ്, അതുപോലെ തന്നെ ആ നിൽക്കുന്നയാൾ, ഇപ്പൊ ബൈസ്റ്റാൻഡർക്ക് പിന്നെ ഒന്നിനും പോകാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്തൊക്കെ നമ്മൾ ഇപ്പൊ അമേരിക്കയിലൊക്കെ പറയുന്ന പോലെ എത്ര വർക്കിംഗ് ഡേയ്സ് നഷ്ടപ്പെട്ടു എന്നൊക്കെയാണ് അവിടെയൊക്കെ ഉള്ളവർ പറയുന്നത്. എന്ന് പറയുന്നത് പോലെ ഈ മക്കളുടെ വർക്കിംഗ് ഡേയ്സ് പലതും നഷ്ടപ്പെടുന്നുണ്ട് ഇതുകൊണ്ട്. അപ്പൊ പലരും പറയും 3-4 ദിവസം ആശുപത്രി കിടക്കുക, അതിനുള്ള പൈസ ചെലവഴിക്കുക, അതേപോലെ തന്നെ ആ 4 ദിവസവും മക്കൾക്ക് ഒരിടത്തും പോകാൻ പറ്റാതെ വരിക, അവരുടെ വർക്ക് ഇൻട്രപ്റ്റഡ് ആകുക, ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ടായിരുന്നു. അത് പിന്നീട് നമ്മുടെ ഹോമിയോപ്പതി ചികിത്സ കൊണ്ട് അല്ലെങ്കിൽ ഹോമിയോപ്പതി സ്ഥിരമായിട്ട് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ ഒരു ഹോസ്പിറ്റലൈസേഷൻ ഇല്ലാതെ 3-4-5 വർഷം മരിക്കുന്നിടം വരെ കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇതൊന്നും അത്ര കംപ്ലീറ്റ് ക്യൂറായി എന്ന് ഞാൻ പറയുന്നില്ല. അതിലൊരു 50% ക്യൂറുള്ളൂ. പക്ഷെ ബാക്കി 50% മാനേജ്മെന്റും കൂടിയാണ്. ആ മാനേജ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ ഇതൊരു സക്സസ്. കാരണം ഇന്നിപ്പോ നമുക്കറിയാം ഹോസ്പിറ്റൽ എക്സ്പെൻസ് അല്ലെങ്കിൽ ചെലവുകളൊക്കെ 10 മടങ്ങ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കാരണം കേരളം പോലെയുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ കോർപ്പറേറ്റ് ആശുപത്രികളാണ് മുഴുവൻ. അപ്പൊ അവരുടെ ലാഭേച്ഛ കൊണ്ട് മാത്രം നടത്തുന്ന ചില ആശുപത്രികൾ മിക്കതും അങ്ങനെയായിരിക്കും. അപ്പൊ അത് ആ ഒരു രീതിയിലേക്ക് മാറുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ പ്രസക്തി വരുന്നത്. മറ്റു വൈദ്യശാസ്ത്രങ്ങളിലേക്ക് ആൾക്കാർ നോക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കാര്യം നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയിൽ സ്ത്രീകളുടെ പ്രസവശേഷമുള്ള ശുശ്രൂഷ എന്ന് പറയുന്നത് അതിൽ മിക്കവാറും 90% ഇന്ന് ആയുർവേദ വൈദ്യശാസ്ത്രത്തിന്റെ കയ്യിലാണ്. പ്രസവ ശുശ്രൂഷ എന്ന് പറയുന്നത് പോലെ ഹോമിയോപ്പതിയും ഈ രംഗത്തേക്ക് കടക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഇപ്പോഴേ ഇതിനൊരു മുൻകൈ എടുത്താൽ ഒരുപക്ഷെ നമുക്ക് ഇതിലെ ഈ രംഗത്തെ ഏറ്റവും മുൻപന്തിയിൽ നമുക്ക് എത്താൻ കഴിയും. കാരണം ഇതിനകത്ത് ഒരു ഹോസ്പിറ്റലൈസേഷനും ഇല്ലാതെ കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ കുറഞ്ഞ മരുന്നുകൾ കൊണ്ട് വളരെ എഫക്റ്റീവായിട്ട് കാര്യങ്ങൾ നടത്താൻ പറ്റും. അത് ഞാനിത് ഇങ്ങനെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനുണ്ടായ കാരണം തന്നെ ഇതിൻ്റെ എഫക്റ്റീവ്നെസ് കണ്ടതുകൊണ്ടാണ്. അല്ലാതെ ഒരു ടോപ്പിക്ക് ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഏരിയ കണ്ടെത്തി ആ ഏരിയയിൽ നമ്മളുടെ വൈദ്യശാസ്ത്രത്തിന് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുമ്പോഴാണ് എല്ലാവരും ഹാർട്ടോ ഓപ്പറേഷൻ ചെയ്യുകയല്ല ചെയ്യുന്നുണ്ട്. ഓരോ വൈദ്യശാസ്ത്രത്തിനും അതിൻ്റെതായ ഏരിയകളുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, സ്കോപ്പ് ഉണ്ട്. അത് കണ്ടറിഞ്ഞ് അത് ഇപ്പൊ ജനങ്ങൾ അത് കണ്ട് അവർ ഓരോന്നും ഓരോ രീതിയിലേക്ക് പോയി. ഇപ്പൊ നമുക്കറിയാം ആയുർവേദത്തിന്റെ സ്ഥിതി, പലരും റീജുവനേഷൻ തെറാപ്പി, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വിദേശികൾ തന്നെ ഇവിടെ വരുന്ന മുഴുവൻ പഞ്ചകർമ്മയാണ്. പഞ്ചകർമ്മയാണ് അവിടെ 75-80% ആൾക്കാർ ചെയ്യുന്നത്, വിദേശത്തുനിന്ന് വരുന്നവർ ചെയ്യുന്നത്. അപ്പൊ അത് ഒരു എന്താണ് ലൈഫ് ഫോഴ്സിനെ അല്ലെങ്കിൽ ജീവശക്തിയെ ഉദ്ദീപിപ്പിക്കുന്ന ചില ചികിത്സ. അപ്പൊ അത് അവര് ആ ഏരിയ, അതേപോലെ മസാജ് മറ്റു കാര്യങ്ങളൊക്കെ അവർ ആ ഏരിയ എടുത്തു കഴിഞ്ഞു. അപ്പൊ അതിലാണ് ഇന്ന് ആയുർവേദം നിലനിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആയുർവേദത്തിന് ഒത്തിരിയധികം സാധ്യതകൾ പല രീതിയിലുണ്ട്. പക്ഷെ ഇന്ന് നിലനിൽക്കുന്നതും അല്ലെങ്കിൽ അറിയപ്പെടുന്നതും ആ രീതിയിൽ. എന്ന് പറയുന്നത് പോലെ തന്നെ ഹോമിയോപ്പതി രംഗത്തും പണ്ട് നമ്മൾക്കറിയാം, നമ്മൾ ഹോമിയോപ്പതി എന്ന് പറയുന്നത് കൂടുതലും കുട്ടികളുടെ വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും എഫക്റ്റീവ് എന്നുള്ള ഒരു പേര് പണ്ട് നമുക്കുണ്ടായിരുന്നു. ആ പേര് ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഒരു ഒരു പ്ലസ് പോയിന്റ്. നമുക്കറിയാം ഹോമിയോപ്പതിയിലും എല്ലാ രോഗങ്ങൾക്കുമുള്ള ചികിത്സകളുണ്ട്. പക്ഷെ ജനം അംഗീകരിച്ചതും ജനങ്ങൾ കൂടുതലും മനസ്സിലാക്കിയിട്ടുള്ളതും നമുക്ക് ഒരു അപ്ഹാൻഡ് സ്ഥിരമായിട്ടുള്ളതുമായ ഒരു ഏരിയ ആയിട്ട് ഈ പീഡിയാട്രിക് ട്രീറ്റ്മെന്റ് ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇപ്പോൾ സീതാലയം എന്ന് പറയുന്ന ഇൻഫെർട്ടിലിറ്റി പ്രശ്നത്തിനുള്ള അതൊക്കെ വളരെയധികം എഫക്റ്റീവ് ആയിട്ടാണ്. അതുപോലെ എനിക്ക് തോന്നുന്നു അടുത്ത ഒരു ഇത് നമ്മൾ ഈ ജെറിയാട്രിക് പ്രോബ്ലംസിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ ജെറിയാട്രിക് ഒരു ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ അതുപോലെ ഒരു സ്പെഷ്യൽ OPകളോ ഒക്കെ സംഘടിപ്പിച്ചാൽ അതൊരു കൂടുതൽ ജനങ്ങളിലേക്ക് എത്തും. അവർക്കും പ്രയോജനപ്പെടും. ഹോസ്പിറ്റലൈസേഷൻ ഇല്ലാതെ കുറഞ്ഞ ചെലവിൽ
ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം ഇങ്ങനെയുള്ള ഏരിയകൾ എല്ലാ വൈദ്യശാസ്ത്രങ്ങളിലും ഉണ്ട്. പക്ഷെ ചില വൈദ്യശാസ്ത്രത്തിന് കൂടുതൽ ചെയ്യാൻ, ആ ഏരിയയിൽ കൂടുതൽ ചെയ്യാൻ കഴിയും. അപ്പോൾ അതിലേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ടും അത് ഉദ്ദേശിച്ചും കൂടിയാണ് ഞാനിപ്പോൾ ഈ ഒരു ഇത് ടേക്കപ്പ് ചെയ്ത് കേൾക്കുന്ന ആരെങ്കിലും ഒക്കെ അത് ടേക്കപ്പ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. പിന്നെ ഇത്തരത്തിലുള്ള ഒരു അവസരം എനിക്ക് തന്നതിൽ IUPHനോട് നന്ദി പറയുന്നു. ഞാനും അതിലൊരു ഭാരവാഹിയാണ്. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഇപ്പോൾ സമയം ഏതാണ്ടായിട്ടുണ്ട്, ക്വസ്റ്റ്യൻ സെഷനുള്ള സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. സാർ എന്തായാലും സമയബന്ധിതമായി തന്നെ ക്ലാസ് അവസാനിപ്പിച്ചു. സാറ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഹോമിയോപ്പതിയില് വയോജനങ്ങൾക്ക് വേണ്ടി വയോജന ചികിത്സയിൽ നല്ലൊരു ചാൻസ് ഉള്ള മേഖലയാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ ഈ ജീറിയാട്രിക് ക്ലിനിക്ക് എല്ലാ ജില്ലാ ഹോസ്പിറ്റലുകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിലെ കൂടെ കുറച്ച് ഒരു എന്താണ് ആളുകൾക്കൊരു പരസ്യം അല്ലെങ്കിൽ കുറച്ചൊരു അവയർനെസ് അതുവഴി കിട്ടുന്നുണ്ടാവും. പക്ഷെ എങ്കിലും ഭൂരിഭാഗം ജനങ്ങൾക്കും ഒരു അതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ അത് ആവശ്യമായി തന്നെയാണ്. കുറെ പേര് കൂടി ഇത് അറിഞ്ഞ് നമ്മുടെ ചികിത്സ ആശ്രയിക്കാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം കൂട്ടേണ്ടതായിട്ടുണ്ട്. പലർക്കും അറിഞ്ഞുകൂടാ ജീറിയാട്രിക് അങ്ങനെ വയസ്സായവരുടെ ഇന്ന പ്രശ്നങ്ങൾക്ക് നമ്മളെ ഹോമിയോപ്പതി ഫലപ്രദമാണെന്ന് ഇനിയും ഒരുപാട് ആളുകൾ അറിയാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ജില്ലാ ഹോസ്പിറ്റലിലൊക്കെ നല്ല തിരക്ക് കൊടുക്കും. ജീറിയാട്രിക് ക്ലിനിക്കിൽ നോക്കാൻ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം വളരെ കൂടുതലാണ്. അതുപോലെ ഇനി നമ്മുടെ ഡോക്ടേഴ്സിന്റെ അടുത്ത് എല്ലാം ഒത്തിരിയും വയോജനങ്ങൾ എത്തട്ടെ എന്ന് ആശിച്ചുകൊണ്ട് ജയലളിത ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിക്കാം. ഡോക്ടറെ, നല്ല സെഷനായിരുന്നു കേട്ടോ. ഒരുവിധ എല്ലാ പോർഷനും ഡോക്ടർ പറഞ്ഞു തന്നു. ഒത്തിരി ഉപകാരമായി. എനിക്ക് ചോദിക്കാനുള്ളത്, പൊതുവെ നമ്മൾ കാണുന്ന കംപ്ലൈന്റ്സ് ആണ് ബെഡ് സോർ എന്ന് പറയുന്നത്. അത് മാറണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യം കൂടിയാണ്. കാരണം ആ പേഷ്യൻസ് പറയണത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ അവർക്ക് പറ്റുന്നില്ല, അപ്പോഴത്തേനും വേദനയാണ്. ആ പൊസിഷനിൽ തന്നെ കിടന്നാലേ അവർക്കൊരു സുഖാവുള്ളൂ എന്ന് പറയും. അപ്പൊ സാർ ഇന്ന് ക്ലാസ് എടുത്തതിൽ അർണിക്ക പറഞ്ഞിട്ടുണ്ട്. ബാക്കി ഏതെങ്കിലും മെഡിസിൻസ് ഒക്കെ അതിൽ വരൂല്ലേ സർ? നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? അല്ല, അൾസേഴ്സിന് വരുന്ന എല്ലാ മരുന്നുകളും വരും. അതിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പൊ പർപ്പിൾ കളർ ആണെങ്കിൽ ലാക്കസിസ് ആണ് വരുന്നത്. അതേപോലെ തന്നെ ബേണിംഗ് ഉള്ളവരുണ്ട്, ബേണിംഗ് സെൻസേഷൻ ഉള്ളത്, അതിന് വരുന്ന ആർസനിക്കും സീക്കൽ കുറവാണ്, സൾഫർ. സിംറ്റം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സിസ്റ്റമാറ്റിക് ട്രീറ്റ്മെന്റ് ആണ്. പക്ഷെ എന്നാലും അതിൽ കൂടുതൽ വരുന്ന മെയിൻ ആയിട്ട് വരുന്ന ഡ്രഗ്സ് ഇതൊക്കെയാണ്. അതിന്റെ തുടക്കത്തിലുള്ള ഡ്രഗ് എന്ന് പറയുന്നത് ആർണിക്കയാണ്. ആർണിക്ക ശരിക്കും പറഞ്ഞാൽ അൾസർ ആയി കഴിഞ്ഞ് പിന്നെ ആർണിക്കയ്ക്ക് അത്രയധികം ഇമ്പോർട്ടൻസ് ഇല്ല. അതേപോലെ തന്നെ കാർബോവേറ്റ്, ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ ഒക്കെ കൂട്ടാനൊക്കെ ആയിട്ട് കാർബോവേറ്റ് വളരെ എഫക്റ്റീവാണ്. പിന്നെ വരുന്നത് പൈറോജനാണ്. ഇപ്പൊ ചില ആൾക്കാരിൽ ഈ പഴുപ്പ് വന്നിട്ട് അതിന്റെ കൂടെ പനി ഉണ്ടാവും. അപ്പൊ അങ്ങനെ സെപ്റ്റിക് ഫീവർ എന്നുള്ള കണ്ടീഷൻ വരുമ്പോഴത്തേക്കും പൈറോജൻ വളരെ എഫക്റ്റീവാണ്. ഇതെല്ലാം സാധാരണ രീതിയിൽ 200 പൊട്ടൻസിയും ആണ് എഫക്റ്റീവായിട്ട് കാണുന്നത്. താങ്ക് യു സർ. ഇതില് സീക്കൽ കോർ ശരിക്കും എനിക്ക് തോന്നുന്ന വെരിക്കോസ് ഗാംഗ്രിനസ് കണ്ടീഷനിലേക്ക് പോവുകയും അതിൽ ബേണിംഗ് ഉണ്ടെങ്കിൽ സീക്കൽ കോർ ആണ് റെമഡി. ഓക്കെ സർ, താങ്ക് യു സർ. സന്തോഷം ജയലളിത ഡോക്ടറെ. ഇനി മറ്റു ഡോക്ടേഴ്സിന് ഹാൻഡ് റൈസ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ പറയാനുണ്ടെങ്കിൽ എല്ലാവരും മുമ്പോട്ട് വരിക. അപ്പോൾ ഒന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വന്നാൽ നന്നായിരിക്കും. ഓരോരുത്തരായിട്ട് വിളിക്കാൻ സൗകര്യം ഉണ്ടായിരിക്കും. അപ്പോൾ സമയമുണ്ട്, ആർക്കും സംശയങ്ങൾ ചോദിക്കാം. സാറേ, ഈ ബെഡ് സോറിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു നമ്മളെ സ്ഥാപനം വഴി പാലിയേറ്റീവ് കെയർ ഒക്കെ ചെയ്തിട്ടുള്ള. അപ്പൊ ഈ ബെഡ് സോർ അൾസേഴ്സ് എല്ലാം അങ്ങ് അവര് വെച്ചിരുന്നിട്ടാണോ എന്തോ എല്ലാം ഡീപ്പായിട്ടുള്ള അൾസേഴ്സ് ആണ് കണ്ടിട്ടുള്ളത്. അത് ഹീൽ ചെയ്ത് എടുക്കാൻ വലിയ പാടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആഴത്തിലുള്ള വലിയ വട്ടത്തിലൊക്കെ ഉള്ള അങ്ങ് ബോൺ വരെ ഏകദേശം എത്താറായ ഒരുപാട് കേസുകൾ ഞാൻ കണ്ടു.
അല്ല, അത് പൊതുവെ സിഫിലിറ്റിക് മയസത്തിൽ വരുന്ന ആൾക്കാരിലാണ് ഈ കൂടുതൽ അൾസേഴ്സ് ഉണ്ടാകുന്നത്. അതിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന്റെ തുടക്കം, അപ്പൊ നമ്മളിപ്പോ ഒരു ജെറിയാട്രിക് കെയർ കൊടുക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ ബാക്ക് സൈഡില് അല്ലെങ്കിൽ ബെഡില് ടച്ച് ചെയ്ത ഭാഗത്ത് ഇങ്ങനെ റെഡ് കളറോ ഒരു സെൻസിറ്റീവ്നെസ്സോ അത് പറയുമ്പോൾ തന്നെ ആർണിക്ക കൊടുക്കാമെങ്കിൽ ഏറ്റവും ബെസ്റ്റ്. കാർണിക്കയും കാർബോവൈറ്റും ഒക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ അൾസർ വന്നു കഴിഞ്ഞാൽ കൊടുക്കുന്ന മരുന്നുകളാണ് ലാക്ടേസ്, സീക്കൽ കോർ, ഇങ്ങനെയുള്ള മരുന്നുകൾ, സിഫിലിനം, പിന്നെ ഈവൻ ട്യൂബർകുലിനം, പൈറോജൻ, ഇതൊക്കെ വരുന്നത്. പക്ഷെ ഇതിലുള്ള ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ജനറൽ മാനേജ്മെന്റും മെഡിസിനൽ മാനേജ്മെന്റും ഒരുപോലെ ഹാൻഡ് ഇൻ ഹാൻഡ് പോകണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അൾസർ വരാതെ നോക്കുന്നതായിരിക്കും നല്ലത്. അതെ അതെ, അതല്ല നമ്മളിങ്ങനെ ബെഡ് റിഡൻ ആയിട്ട്, പ്രത്യേകിച്ച് ഈ ഹെമിപ്ലീജിയ എന്ന് വെച്ചാൽ ഹെമിപ്ലീജിയ ഒക്കെ വന്നിട്ടുള്ള, സ്ട്രോക്ക് വന്നിട്ടൊക്കെ കിടക്കുന്ന ആൾക്കാരിൽ അത് എക്സ്പെക്ട് ചെയ്യണം. അവരെ തന്നെ പറഞ്ഞു മനസ്സിലാക്കി, അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനോട് പറയണം ഇത് വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അത് ഒരു 2 hours ആകുമ്പോൾ അവരെ തിരിച്ചും മറിച്ചും ഒക്കെ കിടത്താനുള്ള ഒരു രീതിയിലൊക്കെ കൊണ്ടുവരണം. കാരണം അത് പലപ്പോഴും ഇത് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മരുന്ന് കൊണ്ടും അത്ര എഫക്റ്റീവായിട്ട് അതിനെ ഡീൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അത് വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് പറഞ്ഞത്. പിന്നെ എന്തെങ്കിലും സെൻസിറ്റീവ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ആർണിക്കൊക്കെ കൊടുക്കുക, ആർണിക്ക കാർബോവൈറ്റൊക്കെ കൊടുത്താൽ വളരെ എഫക്റ്റീവുമാണ്. അപ്പൊ അത് കണ്ടു തുടങ്ങുമ്പോഴേ ചികിത്സ അതെ അതെ അതെ, അതാണ് പലരും ഇത് ഒരു സ്റ്റേജ് കഴിഞ്ഞ് ആണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിപ്പോ അങ്ങനെയുള്ള കിടപ്പ് രോഗികൾ എന്നുവെച്ചാൽ കിടപ്പായി പോയിട്ടുള്ള ആൾക്കാരിൽ ഇത് വരുമെന്നുള്ള കാര്യം എക്സ്പെക്ട് ചെയ്യുകയും അത് ബൈസ്റ്റാൻഡേഴ്സ് അറിഞ്ഞിരിക്കുകയും ചെയ്താൽ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ കഴിയും. ഓക്കെ സാറേ, ബിന്ദുരാജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിക്കും. വളരെ നന്നായിരുന്നു. ആസ് യൂഷ്വൽ സർ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടാണല്ലോ സാറിൻ്റെ ക്ലാസ്. നമുക്ക് കേൾക്കുമ്പോൾ ഇങ്ങനെ വലിയ സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് കേൾക്കാം. വളരെ കാര്യമായിട്ടുള്ള കാര്യങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കലി അനാലൈസ് ചെയ്ത് സാർ മുന്നോട്ട് പോയപ്പം എനിക്ക് മനസ്സിലായി സാർ പറഞ്ഞ ഒരു കാര്യം വളരെ കറക്റ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൊട്ടാരക്കര ക്ലിനിക്കിൽ 2 പ്രൊഫഷണൽസ് ആയിട്ടുള്ള 2 ആൾക്കാർ അവരുടെ അച്ഛൻ്റെ കാര്യം പറയാനായിട്ട് വന്നു. അപ്പോൾ ഒരാൾ 65 വയസ്സും മറ്റൊരാൾ ഏതാണ്ട് 60-നടുത്ത് വയസ്സുമാണ്. അപ്പം അച്ഛൻ ഇങ്ങനെ ഓറൽ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ ഇപ്പം ട്രീറ്റ്മെൻ്റ് ഒന്നും സാധ്യമല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഒരു മെഡിസിൻ ഇത് വേറെ പ്രശ്നമൊന്നും ആവാതെ കൊടുക്കണമെന്ന് പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ശരിക്കും കാണാതെ ഭയങ്കര പ്രയാസമാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പ്രയാസം, കാരണം 90-ന് പുറത്തുള്ള അച്ഛനെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് പുനലൂരോട്ടുള്ള വഴിയിൽ ഞാൻ വീട്ടിൽ ചെന്ന് നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ കാണാൻ ചെന്നപ്പോൾ ഒരു ഘനഗംഭീരനായ ഒരു മനുഷ്യൻ ചാരുകസേരയിൽ ഇങ്ങനെ ഈ അസുഖമൊന്നും ഒരു പ്രശ്നമല്ലാതെ ഇരിക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹത്തിനടുത്ത് ഞാൻ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ അദ്ദേഹം ഈ മക്കളെയൊക്കെ ഇങ്ങനെ കമാൻഡിൽ ഇങ്ങനെ നിർത്തുകയാണ്. അപ്പോഴും അത്രയും വയസ്സുള്ള ആളാണെങ്കിലും. അപ്പം ഞാൻ കയറി വരുമ്പോൾ തന്നെ കണ്ട് വലിയ തൊഴുത്തും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അദ്ദേഹം വലിയൊരു ഗവൺമെൻറ് എന്തോ ഒരു വലിയ പോസ്റ്റ് വഹിച്ചിരുന്ന ആളുമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കേസ് കേട്ടപ്പോൾ തന്നെ എനിക്ക് കേസും അല്ലാതുള്ള കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എനിക്ക് ഓറമെറ്റാലിക്കാണ് തോന്നിയത്. ഞാൻ പറയുന്നത് നമുക്ക് എപ്പോഴും ഒരാളെ കാണുമ്പോഴും സംസാരിപ്പിക്കുമ്പോഴും, പ്രത്യേകിച്ചും വയസ്സായ ആൾക്കാരെ നമുക്ക് സംസാരിപ്പിക്കാനായിട്ട്, മീൻസ് അവരുടെ കാര്യങ്ങൾ കേൾക്കാനും, നമ്മുടെ കേസ് ടേക്കിംഗ് എന്ന് പറയുന്ന വെറും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിന് വേണ്ടിയുള്ളതല്ലല്ലോ, അവർ മെഡിസിനൽ കൗൺസിലിനല്ലേ. അപ്പോൾ നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ കാര്യം വയസ്സായ ആൾക്കാരെ കേൾക്കാൻ പറ്റുന്നു, അവരെ നമുക്ക് എന്താണ് അവരുടെ കോൺസ്റ്റിറ്റ്യൂഷൻ മനസ്സിലാക്കാനും അവരെ കുറെ കൂടെ എക്വിപ്പ് ചെയ്യാനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻസ് എടുക്കാനാകുന്നു എന്നുള്ള ഒരു വലിയ കാര്യം അപ്പാർട്ട് ഫ്രം ഓൾ ദീസ് തിങ്സ് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു, അല്ലേ സാർ? അപ്പൊ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ തന്നെ ഒരു ആൾക്കാർ വേണം. അതെ. ഇപ്പൊ സാർ ഇപ്പൊ പറഞ്ഞ പോലെ എല്ലാവരും വൃദ്ധരായ ആൾക്കാരുടെ രക്ഷകർത്താക്കള് ശരിക്കും വലിയ വൃദ്ധരാണ്. മക്കളും നരച്ചു അങ്ങനെ പോകുന്ന ഒരു കാലം. അത് തീർച്ചയായിട്ടും നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാനാകും. താങ്ക് യു സർ. ഓക്കെ, സന്തോഷം ബിന്ദുരാജ് ഡോക്ടറെ. അപ്പൊ ഇനി ആർക്കെങ്കിലും ഇതുപോലെ അഭിപ്രായങ്ങൾ പറയാനോ അല്ലെങ്കിൽ സംശയങ്ങൾ ചോദിക്കാനോ ഉണ്ടെങ്കിൽ 2-3 മിനിറ്റ് കൂടെ ഉണ്ട്. ബിന്ദുരാജ് ഡോക്ടർ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ജലത ഡോക്ടർ പറഞ്ഞ പോലെ വളരെ നല്ലൊരു ക്ലാസ് തന്നെ ആയിരുന്നു. സാർ വളരെ ഈസി ആയിട്ട് അത്യാവശ്യം ഈ ജിറിയാട്രിക് ചികിത്സയിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട മേഖലകളെല്ലാം. ഒരു ചോദ്യം വന്നിട്ടുണ്ട്, കോൺസ്റ്റിപ്പേഷൻ എങ്ങനെ മാനേജ് ചെയ്യുന്നു. അതിനകത്ത് പലപ്പോഴും എന്താന്ന് വെച്ചാൽ മെഡിസിനൽ മാനേജ്മെന്റും ആക്സസറി മാനേജ്മെന്റും രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്.
കൂടുതൽ വെള്ളം കുടിക്കുക, അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസുകൾ, അതേപോലെ തന്നെ ഫൈബറുള്ള ഫുഡ് കൊടുക്കുക. ഇതൊക്കെ ഒരു വശത്ത്. ഇനി മെഡിസിനലായിട്ട് പറയുമ്പോൾ പലപ്പോഴും കാണുന്ന ഇത് നെക്സോമിക്ക, ഓപ്പിയം, ഇത് രണ്ടുമാണ് ഏറ്റവും എഫക്റ്റീവായിട്ട് കാണുന്നത്. വേറെ ഉണ്ട് മരുന്നുകൾ, അലുമിനിയുണ്ട്, പല മരുന്നുകളുണ്ട്. പക്ഷേ നെക്സോമിക്ക, ഓപ്പിയോ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് എഫക്റ്റീവായിട്ട് കോൺസ്റ്റിപ്പേഷൻ ഇൻ ഓൾഡ് ഏജ് കാണുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന കൂടുതൽ വാട്ടർ കണ്ടന്റ് ഉള്ള ഫ്രൂട്ട്സ് ഒക്കെ കൂടുതൽ കഴിപ്പിക്കാനുള്ള, അത് ഫൈബറുള്ള കഴിപ്പിക്കുകയും കൂടെ ചെയ്യുക. അത് ഇത്ര ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം എന്ന് നിർബന്ധിക്കുക. കാരണം ഇവർ പലപ്പോഴും മറന്നു, പലപ്പോഴും ഭക്ഷണം കഴിച്ചോന്ന് തന്നെ ചിലർ മറന്നു പോകുന്നുണ്ട്, ചിലർ വെള്ളം കുടിക്കാനൊക്കെ വിട്ടുപോകും. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മരുന്ന് കൊണ്ട് ചെയ്യുമ്പോൾ തന്നെ അതിനോട് അനുബന്ധിച്ച് മറ്റു കാര്യങ്ങളും കൂടെ ബൈസ്റ്റാൻഡേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്യും. ഓക്കെ സാറേ, അതുപോലെ 26 എങ്കിലും ഈ അൽഷിമേഴ്സിലോട്ടൊക്കെ പോവാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? സാധാരണ രീതിയിൽ മരുന്നാണ് ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് കണ്ടിട്ടുള്ളത്. മെഡിസിൻ വല്ലപ്പോഴും ഓരോ ഡോസ് എടുക്കാം. ഈ 2 മരുന്നുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ്. അതൊക്കെ വല്ലപ്പോഴും നമുക്കൊക്കെ തന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ശരി, അപ്പോ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. നല്ല ഒരു ക്ലാസ് എടുത്ത സാറിന് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ ജയലളിത ഡോക്ടറെ ക്ഷണിക്കുകയാണ്. താങ്ക് യു ശൈല ഡോക്ടറെ. നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. എന്തായാലും സിമ്പിൾ ആയിട്ട് നമുക്കെല്ലാം നല്ലപോലെ മനസ്സിലാക്കുന്ന വിധത്തില് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. നല്ല സെഷൻ ആയിരുന്നു. നമ്മളെന്നും ഉപയോഗിക്കുന്ന മെഡിസിൻസ് ആണ്, പക്ഷെ ഇത് ഇങ്ങനെയൊക്കെ വരുന്നുണ്ടെന്നുള്ളത് ഇപ്പൊ സാറ് പറഞ്ഞപ്പോഴാണ് ഒന്നും കൂടി അത് ക്ലിയർ ആയത്. അപ്പൊ എനിക്കൊരു 90-95 വയസ്സുള്ള ഒരു പേഷ്യന്റ് ഉണ്ട്. അവർക്ക് പ്രൊലാപ്സ് ആണ് യൂട്രസ്. അപ്പൊ അലോപ്പതിയിലൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ പ്രായം ആയതുകൊണ്ടെന്നും പറഞ്ഞ അവര് പെസറി വേണമെങ്കിൽ ഇടാന്ന് പറയും. പെസറി എന്ത് ചെയ്താല് ആ അമ്മൂമ്മ സമ്മതിക്കില്ല. അങ്ങനെ കേസൊക്കെ എടുത്തു വന്നപ്പോ സെപ്പിയാണ് കിട്ടിയത്. സെപ്പിയ കൊടുത്തു, പിന്നെ ഫ്രാക്സിനസും കൊടുത്തു. അത് രണ്ടും കൊടുത്തിട്ട് ശരിക്കും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഒരു വെള്ളക്ക പോലെ ഇങ്ങനെ വെളുത്തിങ്ങനെ കാണുന്ന അവരെന്നും പറയുമായിരുന്നു. വന്ന് കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുകയും ചെയ്യും ആ അമ്മൂമ്മ. അങ്ങനെ ഈ മെഡിസിൻ കൊടുത്തതിന് ശേഷം ആ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ പറഞ്ഞത് തന്നെ അകത്തേക്ക് പോയി എന്നാണ് പറയണത്. അപ്പൊ വലിയൊരു സുഖമായി. പിന്നെ ഇടയ്ക്കൊരു യൂറിൻ പ്രശ്നം വന്നപ്പോണ്ട് ഞാൻ കിടന്നു കഴിയുമ്പോൾ അവർക്ക് യൂറിൻ അങ്ങനെ കുഴപ്പമൊന്നുമില്ല, ഇത് സുഖമായിട്ട് വരണ്ട, അല്ലെങ്കിൽ ബാത്റൂമിൽ എത്തില്ല, യൂറിൻ പോകുന്നു പറഞ്ഞു. ഒറ്റ ഡോസ് ക്രിയോസോട്ടും കൊടുത്തു. അതോടുകൂടി നന്നായിട്ട് കുറഞ്ഞു. എന്തായാലും ഐസക് ഡോക്ടർക്ക് ഇത്രയും നല്ല ക്ലാസ് നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് നല്ലൊരു സെഷൻ എടുത്ത് തന്നതിന് ഒരുപാട് നന്ദി. അത് IAPHന്റെ പേരിലും ഇവിടെയുള്ള എല്ലാ ഹോമിയോപ്പതി സ്നേഹികളുടെ പേരിലും ഡോക്ടേഴ്സിന്റെ പേരിലും അറിയിക്കുന്നു. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. ജയലളിത ഡോക്ടർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ജോസ് ഐസക് സാറിന്റെ വിലപ്പെട്ട സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ടും ശുഭരാത്രി നേർന്നുകൊണ്ടും ഇന്നത്തെ മലയാള സെഷനോടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.